ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അത് കുടിച്ചേ മതിയാവൂ. അല്ലാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? കോൺഗ്രസുകാർ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പറ്റാവുന്നിടത്തോളം കൈയിട്ട് വാരി. ആ സമയങ്ങളിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്തതിനുള്ള പണി കിട്ടിത്തുടങ്ങിയപ്പോൾ പതുക്കെ അതിൽ നിന്നും ഊരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെയും നേതാക്കളെയും അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടെ ബി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ചതാണ് നാഷണൽ ഹൊറാൾഡ് കേസ് എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറയുന്നത്. KPCC ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ദീപദാസ് മുൻഷി. മോദി ഭരണത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിത്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിദേശ നയത്തിൽ പരാജയം, സാമൂഹിക അരക്ഷിതാവസ്ഥ എന്നിവയാണ് മോദി സർക്കാരിന്റെ ബാക്കി പത്രം. അതിൽ ചില്ലറ ന്യായം ഇല്ലാതെയില്ല. പക്ഷേ മോദി അഴിമതി കാണിക്കുന്നു എന്ന് കരുതി നിങ്ങളുടെ കള്ളത്തരം പുറത്തു വരാൻ പാടില്ല എന്നില്ലല്ലോ. മോദി കാണിക്കുന്നതിന്റെ റിസൾട്ട് വളരെ വൈകാതെ തന്നെ മോദിക്ക് കിട്ടിക്കോളും. നിയമപരമല്ലാത്ത ഒരു കാര്യവും നാഷണൽ ഹൊറാൾഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നാണ് ദീപദാസ് മുൻഷി പറയുന്നത്. യങ് ഇന്ത്യ എന്ന കമ്പനി രൂപീകരിച്ചത് കമ്പനി ആക്ടിലെ സെഷൻ 25 അനുസരിച്ചാണ്. നോൺ പ്രോഫിറ്റ് കമ്പനിയായി കമ്പനി ആക്ടിലെ എല്ലാ നിബന്ധനകളും പാലിച്ചാണ് അത് രൂപീകരിച്ചതും പ്രവർത്തിച്ചതും. ₹1 കള്ളപ്പണ ഇടപാടും ഇതിൽ നടന്നിട്ടില്ലത്രേ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിനും കോൺഗ്രസ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് 1937 ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത്. അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനി അതിനുവേണ്ടി സ്ഥാപിക്കുകയും ഉണ്ടായി. സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാരുടെ ശമ്പളം, വൈദ്യുതി ചാർജ് ഉൾപ്പെടെ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ വിവിധ കാലഘട്ടങ്ങളിലായി ഏതാണ്ട് 90 കോടിയോളം രൂപ തവണകളായി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ നടത്തിപ്പിനായി കോൺഗ്രസ് കടമായി നൽകി സഹായിച്ചു. ഈ തുക ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാനും VRS ആനുകൂല്യങ്ങൾക്കും മറ്റുമാണ് വിനിയോഗിച്ചത്. ഇതിനെല്ലാം കൃത്യമായ രേഖയുമുണ്ട്. ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഈ രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. വ്യാജ ആരോപണവും പ്രചരണവുമാണ് BJP നടത്തുന്നത്. യങ് ഇന്ത്യൻ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ശമ്പളം പോലും എടുക്കാൻ സാധ്യമല്ല. AJL ലിമിറ്റഡിന്റെ സ്വത്തോ ആസ്തികളോ കൈമാറ്റം ചെയ്യുകയോ അതിൽ നിന്ന് ₹1 പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം BJP ഉന്നയിക്കുന്നത്? സുബ്രഹ്മണ്യൻ സ്വാമിയുടേത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ED അന്വേഷണത്തിനോട് കോൺഗ്രസ് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ദീപദാസ് മുൻഷി പറയുന്നത്. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ നേതാവേ. സാരമില്ല, കക്കുമ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുമെന്ന് തോന്നിക്കാണില്ല. എന്തായാലും പപ്പുമോനും അമ്മയും കുടുങ്ങിയ സ്ഥിതിക്ക് ബാക്കിയുള്ളവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ.